ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കൈജു നമ്പർ 8 എന്ന ജാപ്പനീസ് അനിമേ TV സീരീസിന്റെ സീസൺ 1 9ാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുമ്പുള്ള എപ്പിസോഡുകളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കാണാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ആ വീഡിയോകൾ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സമയം അർദ്ധരാത്രി ഏറെ വൈകിയിരിക്കുന്നു. ജപ്പാൻ ആന്റി കൈജു ഡിഫൻസ് ഫോഴ്സിന്റെ 3ാം ഡിവിഷന്റെ ആസ്ഥാനമായ താച്ചിക്കാവ ബേസിൽ വൈസ് ക്യാപ്റ്റൻ സോഷിറോ ഉണർന്നിരിക്കുന്നു. ഒരു ഭാഗത്ത് മനുഷ്യനെ പോലെ പെരുമാറുന്ന കൈജു നമ്പർ 8ഉം മറുഭാഗത്ത് മനുഷ്യന്റെ രൂപത്തിൽ നടക്കുന്ന കൈജു നമ്പർ 9ഉം. ഈ കൈജുകളെ എങ്ങനെ നേരിടുമെന്ന് സോഷിറോ ആലോചിക്കുന്നു. ഈ സമയം ബാൽക്കണിയിൽ കഫ്ക ശാന്തമായി തന്റെ സമയം ചിലവിടുന്നു. അവൻ തിരികെ റൂമിലേക്ക് മടങ്ങാൻ തുടങ്ങുമ്പോൾ ആകാശത്ത് ഒരു മിന്നൽ വെളിച്ചം കാണുന്നു. ആ വെളിച്ചം കൂടുതൽ അടുക്കുമ്പോൾ താച്ചിക്കാവ ബേസ് ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് അവൻ മനസ്സിലാക്കുന്നു. ചുറ്റുപാടുമുള്ള കെട്ടിടങ്ങളിൽ വന്നു പതിക്കുന്ന തീഗോളങ്ങളുടെ പ്രഹരം ഉറങ്ങിക്കിടക്കുന്ന എല്ലാ ഓഫീസർമാരെയും ഉണർത്തുന്നു. അപ്പോൾ സോഷിറോ ഓപ്പറേഷൻ സെന്ററിലെ ക്രൂവുമായി ബന്ധപ്പെടുന്നു. അവർ ഫോർട്ടിറ്റ്യൂഡ് 6ഉം അതിനു മുകളിലുമുള്ള ഒരു ഡസൻ കണക്കിന് കൈജുകൾ വായുവിൽ നിന്ന് HQ ആക്രമിക്കുന്നതായി റിപ്പോർട്ട് ചെയ്യുന്നു. സോഷിറോ സ്വയം യുദ്ധത്തിന് തയ്യാറാകുകയും ക്യാപ്റ്റൻ മീന ആഷിറയുടെ അസാന്നിധ്യത്തിൽ ബാക്കിയുള്ളവർക്ക് ഓർഡറുകൾ നൽകുവാനും തുടങ്ങുന്നു. നൈറ്റ് ക്രൂവിനെയും ഓഫ് ഡ്യൂട്ടി ഓഫീസർമാരെയും HQയിലേക്ക് വിളിക്കുന്നതിന് സോഷിറോ ഉത്തരവ് നൽകുന്നു. കൂടാതെ കൈജുകൾ ഒരിക്കലും കൂട്ടത്തോടെ ആക്രമിക്കുകയില്ലെന്നും കൂടാതെ ഡിഫൻസ് ഫോഴ്സിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിനെ തന്നെ ലക്ഷ്യമാക്കുന്നത് വിചിത്രമാണെന്ന് സോഷിറോയ്ക്ക് തോന്നുന്നു. അപ്പോൾ റൂഫ് ടോപ്പിൽ വെച്ച് കഫ്ക വായുവിലൂടെ പറക്കുന്ന വൈബ്രൻ ടൈപ്പ് കൈജുകളെ കാണുകയും അത് അത്ര നല്ല കാര്യമല്ലെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു. മറ്റു ഓഫീസർമാർ യുദ്ധത്തിന് ഇറങ്ങുവാൻ തയ്യാറാകുമ്പോൾ കഫ്ക സോഷിറോയുമായി ബന്ധപ്പെടുന്നു. എന്നിട്ട് ഒരിക്കലും കൈജുകൾ കൂട്ടമായി ആക്രമിക്കുകയില്ലെന്നും അവരെ മെരിക്കാൻ തക്ക ശക്തിയുള്ള എന്തോ ഒന്ന് അവരെ നിയന്ത്രിക്കുന്നുണ്ടാകാമെന്ന് കഫ്ക ഊഹിക്കുന്നു. തുടർന്ന് കൈജു നമ്പർ 10നെ കാണിക്കുമ്പോൾ സോഷിറോ കഫ്കയുടെ ഈ ഊഹം സ്ഥിരീകരിക്കുന്നു. കൈജു നമ്പർ 10 സോഷിറയോട് താനാണോ ഈ കൂട്ടത്തിൽ ഏറ്റവും ശക്തനായ മനുഷ്യനെന്ന് ചോദിക്കുന്നു. സംസാരിക്കുന്ന മറ്റൊരു കൈജുയെ കൂടി കണ്ടുമുട്ടിയതിൽ ആശ്ചര്യപ്പെട്ട സോഷിറോ ക്യാപ്റ്റൻ മീന അകലെയാണെങ്കിൽ ഏറ്റവും ശക്തൻ അവൻ തന്നെയായിരിക്കുമെന്ന് സ്ഥിരീകരിക്കുന്നു. അപ്പോൾ സോഷിറോ തന്നെയാണ് തന്റെ ലക്ഷ്യമെന്ന് കൈജു നമ്പർ 10 അതിന്റെ ഘോരമായ ശബ്ദത്തിൽ മറുപടി നൽകുന്നു. ആ സമയം ഓപ്പറേറ്റിംഗ് ഓഫീസർ ഓക്കനോർഗി അവന്റെ മുന്നിൽ നിൽക്കുന്നത് 8.3 ഫോർട്ടിറ്റ്യൂഡുള്ള ഒരു ഡൈകൈജു ആണെന്ന് പറയുന്നു. മറ്റ് ഉദ്യോഗസ്ഥന്മാരോട് ബാക്കി കൈജുകളെ കൂടി നേരിടുവാൻ ഉത്തരവ് നൽകുന്നതിനു മുമ്പേ കൈജു നമ്പർ 10 ആക്രമിക്കുവാൻ തുടങ്ങുന്നു. എന്നാൽ സോഷിറോ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുമ്പോൾ അവൻ ശരിക്കും ശക്തനാണെന്ന് നമ്പർ 10 സമ്മതിക്കുകയും അവരുടെ പോരാട്ടം ആരംഭിക്കുകയും ചെയ്യുന്നു. ആ രാക്ഷസൻ തന്റെ തിളങ്ങുന്ന കണ്ണുകൾ തുറന്ന് പ്രദേശത്തുള്ള കൈജുകൾക്ക് കമാൻഡ് നൽകുന്നു. മറുപടിയായി അവ അലറുന്നു. കൈജു നമ്പർ 10ന്റെ കൂടുതൽ ആക്രമണങ്ങളും സോഷിറോ ഒഴിഞ്ഞു മാറുന്നു. കൈജു നമ്പർ 10ന്റെ ശക്തമായ ഒറ്റ ഹിറ്റ് മാത്രമേ തന്നെ കൊല്ലുവാൻ ആവശ്യമുള്ളൂ എന്ന് സോഷിറോ മനസ്സിലാക്കുന്നു. വൈസ് ക്യാപ്റ്റൻ തന്റെ ബ്ലേഡുകൾ പുറത്തെടുക്കുകയും ഇരുവരും പരസ്പരം ആക്രമിക്കുവാനും തുടങ്ങുന്നു. അതിനിടെ ഡിഫൻസ് ഫോഴ്സ് ഓഫീസർമാർ ആ പറക്കുന്ന കൈജുകൾക്കെതിരെ ഫയർ ചെയ്യുന്നുവെങ്കിലും അവരുടെ ഷോട്ടുകൾ ഫലം കാണുന്നില്ല. അപ്പോൾ അവയുടെ മുന്നിൽ നിന്ന് ആക്രമിക്കുന്നത് അവരെ കൊല്ലുകയില്ലെന്നും അവയുടെ മുകൾ ഭാഗം ദുർബലമാണെന്നും കഫ്ക ഓഫീസർമാരോട് വിളിച്ചു പറയുന്നു. അപ്പോൾ ഒരാൾ ശ്രദ്ധ തിരിക്കുമ്പോൾ മറ്റുള്ളവർ അതിനെ പുറകിൽ നിന്ന് ആക്രമിക്കുവാൻ റിയോ വിക്കാറുക ഓഫീസർമാർക്ക് ഉത്തരവ് നൽകുന്നു. ഹാറോയിച്ചിയും ആവോയും അടുത്തുള്ള കൈജുകളെ കൊല്ലുവാൻ ടീമായി പ്രവർത്തിക്കുവാൻ വേണ്ടി വേർപിരിയുന്നു. എങ്കിലും കൈജുകളെ പിന്നിൽ നിന്ന് ആക്രമിച്ച് കീഴടക്കുന്നത് ഫലം കാണുന്നില്ല എന്ന് കാണുമ്പോൾ തിളങ്ങുന്ന ബ്ലേഡുകളുള്ള ഒരു കൂറ്റൻ കോടാലിയുമായി ഷിനോമിയ മിന്നൽ വേഗത്തിൽ
യുദ്ധകളത്തിലേക്ക് ഓടിവരുന്നു. അവൾ കൈജുവിന്റെ നെഞ്ചിൽ ശക്തമായ പ്രഹരം നൽകി അതിന്റെ ഷീൽഡ് പ്ലേറ്റിംഗ് തകർക്കുന്നു. ശേഷം അവൾ സ്വയം ഈ കൈജുകളെ കൈകാര്യം ചെയ്യാമെന്ന് പറയുന്നു. ക്യാപ്റ്റൻ മീന ആഷുറയും വൈസ് ക്യാപ്റ്റൻ സോഷിറോയും ഷിനോമിയയ്ക്ക് നേരത്തെ ഒരു അത്യാധുനികമായ ആയുധം നൽകിയിരുന്നു. ഇഷ്ടാനുസരണം കസ്റ്റമായി നിർമ്മിച്ച ആയുധങ്ങൾ സാധാരണയായി ഉയർന്ന റാങ്കുകളിലുള്ള ഉദ്യോഗസ്ഥന്മാർക്കാണ് നൽകി വരുന്നത്. എങ്കിലും സൈറ്റിലെ ഏറ്റവും ശക്തനായ മൂന്നാമത്തെ ഓഫീസർ ഷിനോമിയയാണെന്ന് മീന വ്യക്തമായി പറയുന്നു. കൈജുകളെ ഉന്മൂലനം ചെയ്യാൻ ഷിനോമിയയ്ക്കായി പ്രത്യേകം തയ്യാറാക്കിയ ആയുധം ക്യാപ്റ്റൻ മീന അവളെ ഏൽപ്പിക്കുന്നു. അവൾ ആദ്യം ആ ആയുധം നിരസിച്ചെങ്കിലും അത് എത്രമാത്രം അവിശ്വസനീയമാണെന്ന് ഷിനോമിയ തിരിച്ചറിയുന്നു. ആ ഹൈടെക് ആക്സിലെ ഒരു ബട്ടൺ അമർത്തുമ്പോൾ വ്യത്യസ്തമായ ഫംഗ്ഷനുകൾ സജീവമാകുന്നു. ആ ആക്സ് വീശുമ്പോൾ ഒരു ഷോക്ക് വേവ് ഉണ്ടാക്കുകയും 4 ഇരട്ടി വേഗത്തിൽ പിന്നിൽ നിന്ന് ഒരു ബ്ലാസ്റ്റ് സൃഷ്ടിക്കുകയും അതിന്റെ ആഘാതത്തിൽ ഒരു ഫ്രണ്ട് ഷോക്ക് റിലീസ് ചെയ്യുകയും ചെയ്യുന്നു. ഷിനോമിയയ്ക്കും അവളുടെ അതിശക്തമായ ആറ്റിറ്റ്യൂഡിനും ഈ ആയുധം അനുയോജ്യമാണെന്ന് റെനോ കരുതുന്നു. ആ സമയം ഷിനോമിയെ ലക്ഷ്യമാക്കി ഒരു കൈജു പറന്നു വരുമ്പോൾ റെനോ ആ കൈജുവിന് നേരെ ഫ്രീസ് റൗണ്ടുകൾ ഫയർ ചെയ്യുന്നു. റെനോയുടെ ആക്രമണത്തിന് പുറകെ ഷിനോമിയയുടെ ആക്രമണങ്ങളും കൂടുമ്പോൾ കൂടുതൽ ഫലപ്രദമാണെന്ന് ഷിനോമിയ മനസ്സിലാക്കുന്നു. ഷിനോമിയ റെനോയോട് തന്നെ അസിസ്റ്റ് ചെയ്യുവാൻ ആവശ്യപ്പെടുന്നു. ആ സമയം സോഷിറോയെ കാണിക്കുന്നു. മറ്റ് കൈജുകളെ ഷിനോമിയ നിയന്ത്രിക്കുമെന്നും കൈജു നമ്പർ 10-നെതിരായ സ്വന്തം പോരാട്ടത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും സോഷിറോ ചിന്തിക്കുന്നു. നമ്പർ 10 അവരുടെ പോരാട്ടം ആസ്വദിക്കുകയാണെന്ന് സോഷിറോ മനസ്സിലാക്കുന്നു. ചുറ്റുപാടുമുള്ള കേടുപാടുകൾ കുറയ്ക്കുവാൻ സോഷിറോ തന്റെ എതിരാളിയെ ട്രെയിനിങ് ഗ്രൗണ്ടിലേക്ക് ആകർഷിക്കുന്നു. സോഷിറയുടെ ശക്തി മനസ്സിലാക്കിയ കൈജു നമ്പർ 10 അവനെ തിന്നുകഴിഞ്ഞാൽ അതിന്റെ ശക്തി ഇരട്ടിയായി വർദ്ധിക്കുമെന്ന് പറയുന്നു. അത് സോഷിറയുടെ നേരെ ഒരു വലിയ പഞ്ച് നൽകുമ്പോൾ അത് സ്വന്തം ബ്ലേഡുകൾ ഉപയോഗിച്ച് സോഷിറോ തടയുന്നു. അപ്പോൾ പ്രഹരം നടത്തിയ കൈജുവിന്റെ കൈ മുറിഞ്ഞ് നിലത്ത് വീഴുമ്പോൾ കൈജു നമ്പർ 10 സോഷിറോയെ വീണ്ടും അഭിനന്ദിക്കുന്നു. സോഷിറോ എന്തിനും തയ്യാറായിക്കൊണ്ട് തന്റെ കോമ്പാക്ട് പവർ 92% റിലീസ് ചെയ്യുന്നു. അപ്പോൾ മറ്റൊരു സ്ഥലത്ത് യുദ്ധക്കളത്തിൽ അക്രമകാരികളായ കൈജുകൾ മിനാസ എന്ന ഒരു ഓഫീസറെ വിഴുങ്ങുവാൻ തുടങ്ങുന്നു. കൃത്യസമയത്ത് തന്നെ അവളുടെ അടുത്തെത്താൻ ആഗ്രഹിച്ച കഫ്ക ഒരു നിമിഷത്തേക്ക് തന്റെ കാലുകൾ മാത്രം ട്രാൻസ്ഫോം ചെയ്യുന്നു. അവസാന നിമിഷത്തിൽ അവൻ അവളെ രക്ഷിക്കുന്നു. ബാക്കി കൈജുകളെ കൂടി നശിപ്പിക്കുവാൻ റെനോയും ഷിനോമിയയും ആ സമയത്ത് അവിടെ എത്തുന്നു. അനാവശ്യമായ റിസ്കുകൾ എടുക്കരുതെന്ന് കഫ്കയോട് റെനോ ആവശ്യപ്പെടുന്നു. അപ്പോൾ തന്നെ ഡിഫൻസ് ഫോഴ്സ് ഓഫീസർമാരുടെ മറ്റു യൂണിറ്റുകൾ യുദ്ധസ്ഥലത്തേക്ക് എത്തിച്ചേരുകയും കൈജുകളെ കൊല്ലുന്നതിൽ അവർ വിജയകരമായി മുന്നേറുകയും ചെയ്യുന്നു. അങ്ങനെ യുദ്ധം അവർക്ക് അനുകൂലമായി മാറുന്നു. അതേസമയം തന്റെ വിശ്വാസം കൈവിടാതെ സോഷിറോ കൈജു നമ്പർ 10-നോട് പോരാടിക്കൊണ്ടിരിക്കുന്നു. കൈജു നമ്പർ 10-നെ താൻ ഒരേ അറ്റാക്കുകളാണ് നടത്തുന്നതെന്ന് വിശ്വസിപ്പിച്ചതിന് ശേഷം അതിന്റെ ശ്രദ്ധ മാറുന്ന തക്കം മുതലെടുത്ത് സോഷിറോ ഒരു വലിയ ഹിറ്റിലൂടെ അതിന്റെ തല വെട്ടി മാറ്റുന്നു. അല്പസമയത്തേക്ക് യുദ്ധം അവസാനിച്ചുവെന്ന് സോഷിറോ കരുതിയെങ്കിലും നമ്പർ 10 വേഗത്തിൽ പുനർജനിക്കുവാൻ തുടങ്ങുന്നു. ശക്തനായ ഒരു എതിരാളിയെ കിട്ടിയതിന്റെ ആവേശത്തിലാണത്. സോഷിറോ വീണ്ടും മാരകമായ അറ്റാക്കുകൾ കൈജു നമ്പർ 10-നെതിരെ നടത്തുന്നു. എങ്കിലും അത് പിന്നെയും രൂപാന്തരപ്പെടുവാൻ തുടങ്ങുന്നു. അതുപോലെ കഫ്ക ഇപ്പോഴും മനുഷ്യരൂപത്തിലാണെങ്കിലും അത് കൂടുതൽ ശക്തിയിലും വലുപ്പത്തിലും വളരുന്നത് കഫ്കയ്ക്ക് മനസ്സിലാകുന്നു. ഓപ്പറേഷൻ സെന്ററിൽ നിന്ന് രൂപാന്തരപ്പെടുന്ന കൈജു നമ്പർ 10-ന്റെ അപ്ഡേറ്റുകൾ വരുന്നു. ഇപ്പോൾ അത് നേരത്തെക്കാൾ കൂടുതൽ ശക്തിയിൽ വളർന്നിരിക്കുന്നു. അതിന്റെ പുതിയ ഫോർട്ടിറ്റ്യൂഡ് 9.0. അവിടെ എപ്പിസോഡ് തീരുന്നു. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോകൾ മിസ്സാവാതിരിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.